ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ക്രിസ്മസൊക്കെ ഇങ്ങ് അടുത്ത് വന്നു അല്ലേ. അപ്പോൾ ക്രിസ്മസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് പ്ലം കേക്ക് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കേക്ക് മിക്സിംഗ് ആണ്. പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്ന ചടങ്ങിനെ കേക്ക് മിക്സിംഗ് സെറിമണി എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് 1 മന്ത് മുൻപ് നമ്മൾ കേക്ക് മിക്സിംഗ് ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് 100 ml മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓരോ ഡ്രൈ ഫ്രൂട്ട്സും 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ബ്ലാക്ക് റേസിൻസ് കുരു ഇല്ലാത്തതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിസ്മിസ് 2 കളർ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുടെ 3 കളർ അതും 100 ഗ്രാം വീതം അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചെറി മാത്രം നമ്മൾ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഒരു 100 ഗ്രാം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുടെ മിക്സഡ് കളറും അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 100 ഗ്രാം ഡേറ്റ്സും കൂടി എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് നല്ല ഹാർഡായിട്ടുള്ളത് വേണം നമ്മൾ കേക്ക് മിക്സിങ്ങിന് എടുക്കാനായിട്ട്. കുരു ഉള്ളതും ഇല്ലാത്തതും ഡേറ്റ്സ് ഉണ്ട്. കുരു ഉള്ള ഡേറ്റ്സിൽ കുരു കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ചെറിയാണ് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ബ്ലാക്ക് റേസിൻസും അതുപോലെ തന്നെ കിസ്മിസൊക്കെ ഒത്തിരി വലുതാണെങ്കിൽ നമുക്കൊന്ന് 2 3 ആക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെറിയെല്ലാം ചെറുതാക്കി കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൽ വേണ്ടത് പ്ലം ആണ്. അപ്പോൾ ഡ്രൈഡ് പ്ലം നമുക്ക് മാർക്കറ്റിൽ കിട്ടുവാണെങ്കിൽ മേടിച്ച് അത് മസ്റ്റായിട്ടും ഇതിൽ കൂടെ ചേർക്കണം കേട്ടോ. ഡ്രൈഡ് പ്ലം, പിന്നെ കിവി, പ്രോൺസ്, റാസ്ബെറി, ഫിഗ്സ്, ഡ്രൈഡ് ക്യാൻബെറീസ്, ഇതെല്ലാം നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ കുറച്ച് ചേർക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ചെറി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 100 ഗ്രാം കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊട്ടിച്ചെടുത്ത കാഷ്യൂനട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് മേടിച്ചാൽ മതി. ഇനി നമ്മൾ ബ്ലാക്ക് റേസിൻസ് കുരുല്ലാത്തത് അത് 100 ഗ്രാം ഇട്ടു. ഇനി നമ്മൾ കിസ്മിസാണ് 2 കളർ ചേർക്കുന്നത്. 2 കളറും കൂടി ഒരു 100 ഗ്രാമാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. ടൂട്ടി ഫ്രൂട്ടിയുടെ മിക്സിങ്ങും കൂടിയുണ്ട് കേട്ടോ. ആ മിക്സ് ചെയ്ത ടൂട്ടി ഫ്രൂട്ടി ഞാനൊരു 1/2 കപ്പ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജാറ് നിറഞ്ഞു. ഞാനിപ്പോൾ ഇതിൽ അളവൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം അതിനകത്ത് ഇട്ടത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത എല്ലാ ഫ്രൂട്ട്സുകളും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി പപ്പായയാണ് കേട്ടോ. പപ്പായ കളർ കയറ്റുന്നതാണ് പച്ച പപ്പായ. അപ്പോൾ അതിൻ്റെ പച്ചയും ഓറഞ്ചും മിക്സ്ഡ് ആയിട്ടുള്ളത് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ചേർത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് കുരു ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഇത്തിരി കൂടി ഹാർഡായിട്ട് നല്ല ഇത് കിട്ടി. അപ്പോൾ അത് കുരു കളഞ്ഞ് നമുക്കിതുപോലെ അതിൻ്റെ പുറത്തുള്ള തോലും കൂടി ഒന്ന് പൊളിച്ച് കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്ക് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ക്യാൻഡീഡ് ഓറഞ്ച് പീലാണ് കേട്ടോ. ഓറഞ്ച് പീൽ ഉണക്കി വിളയിച്ചതാണിത്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി നമ്മൾ ക്യാൻഡീഡ് ജിഞ്ചറാണ്. ജിഞ്ചർ ഇതുപോലെ തന്നെ ഉണക്കി വിളയിച്ചെടുത്തതാണ്. അതൊരു 2 ടീസ്പൂൺ കൂടി ചേർക്കണം കേട്ടോ. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഈ കേക്ക് മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ്. ജാതിപത്രി 2-3 പീസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 7 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2-3 കറുവാപ്പട്ട, ഒരു 7 ഗ്രാമ്പു. ഇനി നമുക്ക് ഏലക്കായുടെ തോല് കളഞ്ഞ് കുരു മാത്രമാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ജാതിക്കായാണ്. അതിൻ്റെ തോല് കളഞ്ഞ് നമുക്ക് ആ കുരു ഒന്ന് പൊട്ടിച്ച് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ജാതിക്ക നമ്മൾ പൊട്ടിച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചുക്കിൻ്റെ ഒരു കഷ്ണം ചുക്കിൻ്റെയും കൂടി നമുക്കൊന്ന് പൊട്ടിച്ച് അതും കൂടി ചേർത്ത് ഈ സ്പൈസസ് എല്ലാം കൂടി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്ത സ്പൈസസും കൂടി നമുക്ക് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ജാതിപത്രിയും ജാതിക്കായും എല്ലാം കൂടി സ്പൈസസ് എല്ലാം പൊടിച്ച് നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു വലിയ സ്പൂൺ ഹണിയാണ് കേട്ടോ. 1-2 സ്പൂൺ നമുക്ക് ഹണി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹണി ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ബ്ലാക്ക് കറൻറ്റ് ജാം ഉണ്ടെങ്കിൽ അത് നമുക്ക് 2 ടീസ്പൂൺ ചേർക്കാം. അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ അത് നമുക്ക് 2 ടീസ്പൂൺ ചേർത്താലും മതിയാകും കേട്ടോ. ഇനിയിപ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഹണി മാത്രം ഒഴിച്ച് നമുക്കിത് സോക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കിട്ടുവാണെങ്കിൽ ഓറഞ്ച് മെർമലേഡ് ഉണ്ട്. ഓറഞ്ച് മെർമലേഡ് അതും കൂടി കിട്ടുകയാണെങ്കിൽ അത് നമുക്കൊരു 2 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ 1 മന്തിലേക്കാണ് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുന്നത്.
അപ്പോൾ അത്യാവശ്യം നമ്മൾ ഓറഞ്ച് പീലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പൈസസ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുമെങ്കിൽ അതെല്ലാം ചേർത്ത് നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്, അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ വെള്ളാംശം ഇല്ലാതെ കഴുകി ഉണക്കി തുടച്ച് വെച്ച ഒരു ഗ്ലാസ് ജാറിലാണ് നമ്മൾ ഈ കേക്ക് മിക്സിങ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നല്ലപോലെ നമ്മൾ ഹണി ചേർത്ത് മിക്സ് ചെയ്ത ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെക്കുന്ന ആ ജാറിൽ ഫുള്ളായിട്ട് നമ്മൾ നിറയ്ക്കില്ല, ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം നമുക്ക് നിറച്ച് കൊടുത്താൽ മതി. കുറച്ച് സ്പേസ് അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചിടണം. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ജാറിലെടുത്തിട്ട് നമ്മളൊരു 1/4 ഭാഗത്തോളം നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ജാറ് 2 ജാറിലാക്കിയിട്ടാണ് നമ്മളിത് നിറയ്ക്കുന്നത്. നമ്മളെടുത്ത ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണ്ട് ഒരു 1 kg ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഒരു 500 ഗ്രാം വെച്ചിട്ട് നമ്മൾ 2 ജാറിലാക്കി നമ്മളിത് നിറച്ച് കൊടുക്കാം. അപ്പോൾ 2 ജാറിലും കുറേശ്ശെ സ്പേസ് കിട്ടും. അങ്ങനെ ഒരു വലിയ ജാറില്ലാത്തത് കൊണ്ടാണ് നമ്മൾ 2 എണ്ണത്തിലേക്ക് ആക്കുന്നത്. വലിയ ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഭരണിയിലായാലും നമുക്ക് ഈ ഫ്രൂട്ട് മിക്സിങ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ കേക്ക് മിക്സിങ്ങിൽ പ്രധാനമായിട്ടും പ്ലം കേക്ക് ആണല്ലോ. പ്ലം കേക്കിൽ നമുക്ക് വേണ്ടത് ഡ്രൈഡ് പ്ലം ആണ്. അപ്പോൾ ഇവിടെ നമുക്കത് ഡ്രൈഡ് പ്ലം കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാതിരുന്നത് കേട്ടോ. കൂടാതെ കിവി, റാസ്ബെറി, ഫിഗ്സ്, അതുപോലെ തന്നെ ഡ്രൈഡ് ക്യാൻബെറീസ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അത് ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ചെയ്ത പോലെ നമുക്ക് ഫ്രൂട്ട് മിക്സിങ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ സോക്ക് ചെയ്യാൻ എടുക്കുന്നത് വൈനാണ് കേട്ടോ. നമുക്ക് റമ്മിലോ അല്ലെങ്കിൽ വൈനിലോ നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം. 1 year ഒക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് റമ്മിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പൊ നമ്മൾ 1 monthലേക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ റെഡ് വൈനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഓരോ ജാറിലും മെഷറിംഗ് കപ്പിൽ പകുതി വൈൻ വീതം എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിന്റെ അളവിൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഒഴിക്കേണ്ട, ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു പകുതി ഭാഗത്ത് നിൽക്കാൻ പാകത്തിന് വൈൻ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ജാറ് അടച്ച് ഒന്ന് കുലുക്കിയതിന് ശേഷം നമുക്കത് അവിടെ വെക്കാം. നമ്മൾ 1-ാം തീയതിയാണ് നമ്മളിത് വൈനിൽ നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത്. എല്ലാ ദിവസവും ഒന്ന് കുലുക്കി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 20 ദിവസം കഴിഞ്ഞ് നമ്മളിത് എടുക്കുകയുള്ളൂ. അപ്പോൾ 20-22 ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മളിത് എടുക്കുകയുള്ളൂ. അപ്പോൾ നല്ലപോലെ നമ്മൾ ഇടയ്ക്ക് എല്ലാ ദിവസവും ഒന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ ഈ വൈനിൽ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് പാകമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് 1 month മുൻപ് നമ്മൾ കേക്കിന് ആവശ്യമായിട്ടുള്ള പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിലൊക്കെ 1 year ആണ് ട്രഡീഷണലായിട്ട് കേക്ക് മിക്സിങ് സോക്ക് ചെയ്ത് വെക്കുന്നത്. കുറഞ്ഞത് 1 മാസം മുൻപെങ്കിലും 1-1.5 മാസം മുൻപെങ്കിലും അല്ലെങ്കിൽ 2 weeks എങ്കിലും മുൻപ് നമ്മളിതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ കേക്ക് നന്നായി കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലും പല സ്ഥാപനങ്ങളിലും ഇന്ന് ഈ കേക്ക് മിക്സിംഗ് സെറിമണി നടത്തുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് എല്ലാവരും കൂടി ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ രീതിയിൽ ഇപ്പോൾ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചോട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ട് വരാം. ബൈ.